ഗൈസ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് വന്നത് എലോവിൻ ബേബിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഗൈസ്. നമ്മളിപ്പോൾ പിന്നെയും മറ്റേ എലിവേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് കീഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെല്ലോ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് താങ്ക്സും ആ കുട്ടീൻ്റെ പേരൻസ് എന്തെല്ലോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വിഷയമെല്ലാം ഉണ്ടായി. അങ്ങനെ നമ്മളെ അവലവലാതി കുട്ടീൻ്റെ റൂമിലോട്ടേക്ക് പോവുകയാണ്. എൻ്റർ ടു കളർ മാറി. ഇവിടെ എന്തോ പെട്ടെന്ന് എന്തോ സംഭവിച്ചു കേട്ടാ. എന്തെല്ലാം അവരതാ കാണണ്ടേ. ഓക്കെ ഇതെന്തോ എല്ലാം എന്നാൽ വേർദ ബേബി അതേന് ഞാനാ കണ്ടുപിടിക്കേണ്ട. വേർദ ബേബി എന്ന് മുകളിലുണ്ടാവുമായിരിക്കും. മുകളിൽ പോയി നോക്കാം. ഇന്നലെ നമ്മൾ അവസാനമായിട്ട് മുകളിലേനും കൊണ്ട് എടാ എന്താടാ മുയൽ കുട്ടിയാ. അയ്യോ മുയൽ എടാ ഇതെന്നാ പറഞ്ഞിരുന്നു. ഇവ സൂപ്പർമാൻ്റെ ജെട്ടി മാറി ഇട്ടു പോയാ. എന്താളി അതാ മറ്റേ മുയലതാ. ഫോളോ ദ വൈൽഡ് റാബിറ്റ്. ഓക്കെ നമ്മൾ നല്ല സ്പീഡ് പോകുന്നതാണ്. ഞാൻ ഇന്ന് പിടിക്കോടാ നിൽക്ക്. ഓക്കെ അതെന്താ ഇങ്ങോട്ടേക്ക് അതാ ലിഫ്റ്റ് കയറി പോയി തോന്നി. ഇത് എടുക്കാൻ പറ്റുക. ഓക്കെ നമ്മളപ്പോൾ ലിഫ്റ്റിൽ കയറി പോകണം. എന്നാൽ ശരി മച്ചു, നമുക്ക് മുകളിൽ പോയിട്ടൊന്ന് കറങ്ങിയിട്ടെല്ലാം വരാം. ഇനി വെറുതെ ഇരിക്കുന്നില്ലേ. ഓക്കെ ലോഡിങ് ആവുന്നുണ്ട്. ലോഡിങ് നമ്മൾ ആ എലിവേറ്ററിൻ്റെ ഉള്ളിലാണ്. എന്തോ പിറ്റ്മാൻ മാഗ്നസ് എന്നായിട്ട് എന്തോ വന്ന് നോക്കുമ്പോൾ ഫുള്ള് നമ്മൾ എലിവേറ്റർ മൊത്തം കത്തിപ്പോയി. എലിവേറ്ററിന് എന്തോ പറ്റിയതാ. ഇറ്റ് ഈസ് എ ബ്രോക്കൺ, ലീവ് ദ എലിവേറ്റർ. ഓക്കെ നമ്മളിനി അത്രയാളുള്ളൂ ഐലസാ അങ്ങനെ. ഓക്കെ അങ്ങനെ റാബിറ്റ് തലേ നമ്മൾ നോക്കിയിട്ട് അത് ഓടുന്നു. ഈ കൊച്ചൂരിപ്പിന ഇനി പോയി പിടിക്കണമല്ലോ. ഇതെന്താ അവസ്ഥ. അതെങ്ങോട്ട് ഓടിയേ. ഇത് തുറക്കാനാവോ. അല്ല ഇതെല്ലാം ലോക്കാണല്ലോ. അതെങ്ങോട്ട് എന്നാൽ താഴോട്ട് തന്നെ എന്തോ വലിയ പണിയായിരുന്നുണ്ട്. കാരണം ഫോളോ ദ റാബിറ്റ് എന്നാണ് പറഞ്ഞത്. എന്തോ വലിയൊരു പണി തരാം. എടാ നമ്മളെ ലോക്കാക്കി. അതാ കൊച്ചൂരിപ്പ് വന്ന് പണിവാളി ക്യാച്ച് ദ ബേബി. അതാ ഇവിടെ കിട്ടി മച്ചു. ഇഞ്ഞ കിട്ടിയടാ. എടാ ആളെ പറ്റിക്കുന്ന ഇന്ന് പിടിക്കും. എടാ അതാ അതിൻ്റെ മുകളിൽ. എടാ ഇന്ന് സ്പൈഡർമാൻ്റെ എന്തെങ്കിലും ആയാ. ചെലന്തി അടിച്ചിനാ. പിന്നെയും പോകുന്നതാ. ദേടിയാ പോയേ മോനെ സുട്ടാപ്പി. ബത്തൊക്കെ ഉണ്ടല്ലോ, തിന്നാൻ പറ്റുമോ. ഇല്ല ഇവർ ബത്തൊക്കെയൊന്നും തരുന്നില്ല. എന്ത് കക്കൂസ് ഉണ്ടല്ലോ. നമുക്ക് അതിനെ ഫ്ലഷ് അടിക്കാം. അതിനെ കിട്ടിയാൽ അതിനെ ഫ്ലഷ് അടിക്കും ഉറപ്പാ. മോനെ ഇങ്ങോട്ട് ഇരുന്ന് അവിടെ ഇവനയില്ലേ എന്തെന്നാ ഇൻഡിക്കേറ്റ്. ഓക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇവിടെ എന്തോ ഒരു മ്യൂസിക് പ്ലെയർ ഉണ്ട്. ഇവിടെ ഒരു പിയാനോ ഉണ്ട്. നീഡേ മ്യൂസിക് ടു അപ്പാർട്ട്മെൻറ്റ്. ആ കുട്ടിയെടിയ പോയതാ. ക്യാച്ച് ദ ബേബി കിട്ടുന്നില്ല. ഇവനെടിയാ പോകുന്നത്. കക്കൂസ് പോയ ആളി അല്ല ബാത്റൂമും കക്കൂസും മിക്സായിട്ട്. ഇതെടിയാടെ പോയേ മോനെ. ടി വി ആണ്. ഇനി ടി വി കാണാൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവന് കൊണ്ടുവന്നേ. പിസ ഉണ്ടല്ലോ തിന്നാനോ കളി. അതൊന്നും മിസ്സിങ് റേഡിയോ. ഓക്കെ അപ്പോൾ ഈ റേഡിയോൻ്റെ ആയിരിക്കും ഈ സാധനം. വെച്ചോക്കാം. ആണെന്നാ കളിച്ചത് ഇപ്പോൾ. ആ കൊച്ചു കുരിപ്പ് വരുമോ നോക്കാം. അത് ഏടിയാടെ പോയി നമ്മളിങ്ങനെ കളിപ്പിക്കുക ഉണ്ടാവും. ഇതെന്താ കാര്യം നീതിയുന്നില്ല. ഇനി ഞാൻ കൊല്ലു ഉറപ്പാ. നമുക്ക് ഇത് വെച്ച് നോക്കാം. ത്രോ ചാടിക്കള ഒന്നും ആവശ്യമില്ല. ഇതെന്തെന്നാളി സാധനം. ഇതിനെ കൊണ്ടെന്തെങ്കിലും ഉപകാരം. പിയാനോ ഓണാക്കാൻ അത് വന്നാളി. അതെവിടെ പോയി. എടാ പ്ലീസ് എടാ പോലടാ. എടാ ഇവനെ വിടൂല കേട്ടോ. വെറുതെ വിടൂലേ. എടാ ഇതെന്തിൻ്റെ പിയാനോ. ഉള്ള ഗ്ലാസ് എല്ലാം പൊട്ടിക്കുന്നു. ഇവൻ്റെ വീടാണെന്ന് വിചാരം. ഓക്കെ ഒന്നാമത്തെ പീസ് കിട്ടി. നോട്ട് പിയാനോ മ്യൂസിക്. കൊച്ചുരിപ്പിൽ ഒച്ചല്ലേ കേൾക്കുന്നു. എടാ പിയാനോൻ്റെ ഇനിയും പീസ് വേണം. അപ്പോൾ നമ്മളിനി അതാ കണ്ടുപിടിക്കണ്ട. അല്ലാണ്ട് അതിനെ പിടിക്കാൻ പോയാൽ ഞാൻ ഇങ്ങനെ നടക്കലുണ്ടാവും. അപ്പോൾ ആ പിയാനോൻ്റെ പീസ് ചിലപ്പം വീട് എവിടെയെങ്കിലും എന്തെന്നാ വേരെല്ലാം മുളച്ചിന്. ഇതെന്തെന്നാ ഇതെല്ലാം ഇതായത് വേരെല്ലാം വേറെ കണ്ണാടിയെല്ലാം അടിച്ച് പൊട്ടിച്ചു. ഞാൻ എന്തായാലും വെറുതെ പൈപ്പ് ഇട്ടില്ല. നമ്മളെ വീടൊന്നുമില്ല. ക്ലോസ് ചെയ്താൽ ഇനി അവൻ എവിടെയാ പോവാന്നാണല്ലോ. എടാ ഇനിയും പിയാനോ പീസ് കിട്ടി. ഓക്കെ രണ്ടാമത്തെ കിട്ടി.
അല്ല ഇത് എടുക്കാൻ പറ്റാത്ത ഇത് എടുക്കാൻ പറ്റുന്നില്ല. ഇതേടിയാ ഇവനെ പിയാനോന്റെ പീസ് പൊളിച്ചാൾ. ഒന്നും നോക്കണ്ട, എല്ലാം പൊളിക്കുക. എന്താ ഇത് ചെയ്യണ്ടേ? പിയാനോ പ്ലേ ചെയ്യാനാ പറയുന്നത്. അതിന് ഇനിയും പേപ്പർ വേണമെന്നാ വേറെ ആൾ പറയുന്നത്. എന്തല്ലാടി നോട്ട് പിയാനോ മ്യൂസിക്. ഇത് പിയാനോൻ്റെ മ്യൂസിക് അല്ല, വേറെന്തോ സാധനമാണെന്ന് പറയുന്നത്. അപ്പം പിയാനോൻ്റെ ഇതെന്താ അടിച്ച് പൊളിച്ചു വെച്ചിനല്ലോ എല്ലായിടത്തും. എടാ അവസാനത്തെ ഒരു പീസ് കിട്ടിയാളുള്ളത്. ഇനി വേസ്റ്റ് കവറിലാക്കി ഇട്ട് വെച്ചാളി. ഒന്നും അറിയില്ലേ. അല്ല അതിൻ്റെ ഇടക്ക് കുറേ ആഡെല്ലാം വന്ന് അതാണ് ഞാൻ പിന്നെയും കട്ടായി പോയത്. ഞാൻ ഇടയ്ക്ക് ചെറിയ കട്ടെല്ലാം ഉണ്ടാവും, അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. പക്ഷെ അവസാനത്തെ ഒരു പീസ് കിട്ടിയപ്പോൾ അതൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ സമാധാനം എന്ന് പറയായിരുന്നു. അതാ ഒരു പീസാ വേണ്ടത്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതാ മറ്റേ ഫ്രീ സോള് കിട്ടി. ഓക്കെ 4 ഫ്രീ സോളായി. 12 എത്രയോ ഫ്രീ സോൾ എന്തോ വേണം. ഓക്കെ പിയാനോ പീസ് സെറ്റ്. ഇത്ര നേരം ഞാൻ ആടെ നോക്കാണ്ട് ബാക്കി എല്ലായിടത്തും നോക്കി. ഓക്കെ പ്ലേ പിയാനോ തുറക്ക് വായിച്ചോ. ഓക്കെ കൊച്ചൂരിപ്പ് എത്തിയിട്ടുണ്ട്. ഇനി ഒന്നും നോക്കണ്ട, അതിൻ്റെ കൈമെന്ന് ആ കീം വാങ്ങിയിട്ട് ഒറ്റ മൈൻഡ് പോവുക. ഓക്കെ ഞാൻ നല്ലോണം പിയാനോ വായിക്കുന്നില്ല. ഓക്കെ കിട്ടിയടാ ഇഞ്ഞ കിട്ടി. അതോ അത് പോയാ. ഓക്കെ എന്തോ ഒരു സ്വിച്ച് ഞാൻ പിടിച്ച് നെക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ക്രൗച്ച് ചെയ്ത് പോകാനാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം പണിയാ കിട്ടാൻ പോകുന്നത് ആർക്കറിയാം. അയ്യോ പേടിയാന്നേ. നിലത്തെന്തെല്ലോ ടൂണും മറ്റേ ആണിയെല്ലാം ഉണ്ട്. ബ്രേക്കിങ്. അപ്പോൾ ഹാമറാണ് വേണ്ടത്. പൊട്ടിച്ചാളാ. അതാ എന്താ ഹാമർ ആടെല്ലാം വച്ചു. ഓക്കെ പൊട്ടിച്ചോ. ഇതും ബ്രേക്ക്. അതെവിടെ പോയി? ഹാമർ എവിടെ പോയി? ഹാമർ പോയാ? ഹാമർ തെറിച്ചു പോയിന്ന് തോന്നുന്നു. ഹാമർ അടിക്കും. ഹാമർ ഒരു ഭാഗ്യം പറ്റില്ല. ഓക്കെ ഹാമർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഹാമർ ഇതാ എൻ്റെ കൈമെന്നാണ് ഇടക്കിടക്ക് തുള്ളിപ്പോകുന്നത്. ഇതെന്ത് കളിയാണ് കളിക്കുന്നത്? ഓക്കെ അതും പെർഫെക്റ്റ്. ഇതൊന്നും എല്ലാം പൊട്ടിക്കണം. ഓക്കെ എല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളിൽ കയറിയുണ്ട്. ഹാമർ ആടുക. ഓക്കെ ഇതാ മറ്റേ നമ്മൾ ആദ്യമെല്ലാം കണ്ട സിമ്പിൾ ഇതാണ്. ഇവിടെ മറ്റേ സാധനമുണ്ട് മ്യൂസിക്കിൻ്റെ. ഓക്കെ നമ്മളിനി ലിസൺ ടു പിഗ്മാൻ്റെ അടുത്ത് എന്തോ റെക്കോർഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ അവിടെ പോയിട്ട് നേരത്തെ കണ്ടാടാ. ഇവിടെ പേടിപ്പിക്കുള്ള മനുഷ്യനാ. അയ്യോ ഇതെന്താ കളിക്കുന്നേ? ഓക്കെ കൊച്ചൂരിപ്പ എനിക്ക് തരാം. ഞാൻ നാളെ പോയി വാല് പറഞ്ഞിട്ട് വരുന്നേ. എനിക്കുള്ള ഞാൻ ബാക്കി തരാം. ഓക്കെ നമുക്ക് അങ്ങനെ കീ അവസാനം കിട്ടിയിട്ടുണ്ട്. ആ കൊച്ചൂരിപ്പിന് പണി കൊടുക്കാണ്ട് പോയാൽ അത് എനക്ക് നടക്കേടാവും. ഇനി ഞാൻ ഫ്ലഷ് അടിക്കാം. പാടാ ഇന്നും പാടാം. എൻ്റെ മുത്തിയാണെന്നില്ല. എനിക്കുള്ള പണി ഞാൻ തരാം. മോനെ സോറി മോനെ. ഇനി ഞാൻ ഫ്ലഷ് അടിക്കുകയും ചെയ്യും. വേറൊന്നും ചെയ്യില്ല. എനിക്ക് ഫ്ലഷായി ചാടം. ഓക്കെ ഫ്ലഷ്. ഓക്കെ മോടാ. ഓക്കെ അത്രയേ ഉള്ളൂ. നമുക്ക് അത്രയാ വേണ്ടു. ഇനി നമ്മൾ തിരിച്ചു പോകുന്നതാണ്. ബൈ. ഈ ഗെയിമിൻ്റെ പണി ഇങ്ങനെ ആഡ് വരുത്തന്നെയാന്ന് തോന്നുന്നു. മറ്റേ കുട്ടി ആടുന്ന് കരയുന്നുണ്ട്. ഓക്കെ ഇനി ഡാമേജ് പവർ ഔട്ട്. ഓക്കെ പവർ പോയി എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങോട്ട് തന്നെ വൈ. അപ്പം വേറെന്തോ വലിയൊരു പണി തരാനാണ് ഇവർ വിളിക്കുന്നത്. എനിക്ക് പേടിയാന്ന്. ഓക്കെ കൊച്ചുരിപ്പിൻ്റെ തലയാണല്ലോ അത് കാണുന്നത്. ഇതെന്തോ ചെയ്യുന്നതാ? വാല് എനക്കെന്ത് പറ്റിയടാ? ഡാമേജ് പവർ ഔട്ട്. ഓക്കെ പവർ ഹൗസ് ഇതാ പെട്ടെന്ന് അവിടെ വന്നിനെ. നമ്മളെ മറ്റേ കൂലിത്തെല്ലാം പവർ ഹൗസ് ആണിത്. ഓക്കെ പവർ ഹൗസിലെത്തിയിട്ടുണ്ട്.
ഇനി ഇൻവിറ്റേഷൻ എന്തെല്ലാം പറയുന്നത്. ഇത് അത്യാവശ്യം ലോങ് തന്നെയായിരിക്കും. ഒരു നീല ഫ്യൂസ് വേണമെന്നാണ് പറയുന്നത്. ഇവിടെ പിങ്ക് ഫ്യൂസ് അയ്യോ എന്തോ നോക്കിപ്പോയി. ബി കെയർഫുൾ എന്നെന്തോ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എൻ്റെ ഫ്രീ സോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണോ ഫ്യൂസ്? ഓക്കെ, നീല ഫ്യൂസ് ഇതാണെന്ന് തോന്നുന്നു. ഇത് തന്നെ ആയിരിക്കണം. ഓക്കെ, നീല ഫ്യൂസ് റെഡി. എടാ ഇനി പിങ്ക് ഫ്യൂസ് മതി. അത് എവിടുന്നാ കണ്ടുപിടിക്കണ്ടേ? എടാ ഇതാ പിങ്ക് ഫ്യൂസ്, ഇതാ B2 അല്ല കോയിന് വേണം. കോയിനും വേണം. ഇനി അതേ ഇടുന്നാളി കിട്ടുക. ഓക്കെ, കോയിന് കിട്ടി. B2. ഓക്കെ, കോയിൻ ഇട്ടിട്ടാണ് അടിക്കേണ്ടത്. പിന്നെയും തെറ്റിപ്പോയി. അയ്യോ ലേസായിപ്പോയി. അത് കുറച്ച് എനിക്ക് ആക്രാന്തം കൂടിപ്പോയതുകൊണ്ടാണ് നിങ്ങൾ വിചാരിച്ചാൽ മതി. അതെത്ര നമ്പർ? C2 ആണ്. ഞാനെന്ത് മണ്ടനാ. അല്ലോ കോയിൻ ഇടാണ്ട് അടിക്കുന്നു. എന്തെല്ലാം മണ്ടത്തര ഞാൻ കളിക്കുന്നു ഓരോ സമയവും. C2. ഓക്കെ, ഫ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ പണി ഫ്യൂസ് അവിടെ കൊണ്ടുപോയി ഇടുക മാത്രമാണ്. ഓക്കെ, എല്ലാം സെറ്റ്. എടാ അതാ കൊച്ചു ഇപ്പ് കുറച്ചെടുത്തു. ഡാമിറ്റ് ആയടാ. എന്താ മോനെ കളിക്കുന്നു. ഇനി ഞാൻ വെറുതെ വിടൂല കേട്ടാ. അതാ അടുത്ത ഫ്യൂസും പോക്കി നിൽക്കാനുള്ള പണിയരാടാ. എറിയവനാ ഞാൻ കൊല്ലുന്നു. ആളെ കളിയാക്കുന്നാടാ. എന്താ സാധനം? അയ്യോ ഇതെന്തോ കോടെല്ലാം അടിച്ച് കയറ്റേണ്ട സാധനം. അതൊന്നും അറിയില്ല. ഓനാണെങ്കിൽ കരയട്ടെ. ഓക്കെ, ഇവിടെ എന്തോ മറ്റേ രാജാവിൻ്റെ എന്തോ ഇത് കാണാം. ഓക്കെ, ഇതിൽ കോഡ് കാണാം 17. അപ്പം ഇതിൻ്റെ ആയിരിക്കും കോഡ് 17 അല്ല 17. ഓക്കെ, പെർഫെക്റ്റ്. അത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എത്രയാണ് വേണ്ട? 17 കിട്ടി. അത് വേണ്ട നമുക്കിപ്പോൾ എന്തായിട്ട് ആ കൊച്ചൂരിപ്പോൾ എന്തെങ്കിലും ചെയ്യും. 17 കിട്ടി. ഇനി ഇപ്പുറത്തുണ്ടാവുമായിരിക്കും. ഓക്കെ, 4-3. ഓക്കെ, 4-3. ഓക്കെ, പെർഫെക്റ്റ്. നമ്മളങ്ങ് തുറന്നിട്ടുണ്ട്. ഇനി സ്റ്റോപ്പ് ദ ബേബി സ്റ്റില്ലിങ് ഫ്യൂസ്. എനിക്ക് ഞാൻ തരാടാ. എനിക്കുള്ള ഒരു പണി എനിക്ക് ഐഡിയ ഉണ്ട്. ആ ഐഡിയ ഉപയോഗിച്ചോട്ടെ. അതിൻ്റെ ചിരി നോക്കടാ. ഇത് ചിരിച്ചു കഴിഞ്ഞ് നമ്മളെ ഇവിടെ നിന്ന് പോവും മച്ച്. എത്ര? C2 അല്ല C2. പെർഫെക്റ്റ്. ഇതെടുക്കുക. നമ്മളിനി പോയി ഫ്യൂസ് പെർഫെക്റ്റ് ചെയ്യുക. ഇതെവിടെ ഉരുണ്ട് പോകുന്നു. ഓക്കെ, കൈമേൽ വന്നിട്ടുണ്ട്. ഇനി നമ്മളെ പണിയെന്ന് വെച്ചാൽ ഫ്യൂസ് വെക്കുക. ഇനി വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഓക്കെ, ലിവറും വലിച്ച്. ഓക്കെ, എല്ലാം സെറ്റ്. അപ്പം നമ്മൾ ഇവിടുന്ന് പോകണം. ഫുൾ വർക്ക്. താങ്ക് യു. അല്ലാ, എന്തോ ഒരു പണി വരാനുള്ള പണിയാണിത്. ഇവിടെ കൊച്ചൂരിപ്പ് പിന്നെയും വന്ന് പണി തരാൻ നോക്കുവാണ്. അതോ അതിൻ്റെ മൊത്തി നോക്കിയാട്ടെ. ഇവിടെ എങ്ങോട്ടാണ് പോണ്ടേ? എലിവേറ്റർ അല്ല ഇത്? ഇതല്ല എലിവേറ്റർ. ഓക്കെ, എലിവേറ്റർ നമ്മൾ തുറന്നിട്ടുണ്ട്. എടാ അതാ ബിരുദതാ. എടാ അത് സ്ലോ മോഷൻ ഇട്ടിട്ട് ലാലേട്ടനാണെന്ന വിചാരം. അത് സർവൈവ് ചെയ്യാൻ ഓടിക്കോ. ഓടടാ. എടാ അതിൻ്റെ പണിയിട്ട്. ഓടടാ. നോ എസ്കേപ്പ് ചെയ്താ പോടാ. എടാ ഓടടാ. ഏതാ മറ്റേ എന്തല്ലോ വേണല്ലോ. ഓക്കെ, എടാ ഒറ്റൊന്നും കൂടി. ഏതാ അത്? അല്ലാതെ താഴെ പോയി പിടിച്ചു. എടാ ഒന്നും പറക്കാവൂല. ഇത് ഭയങ്കര പണി. ഓടിക്കോ. കേടാം വാലെടുക്കട. അതാ കൊച്ചൂരിപ്പതാ വരുന്നു. അയ്യോ
അമ്മേ. ഓക്കെ, അങ്ങനെ പിന്നെയും പരസ്യം വന്ന് നമ്മളങ്ങനെ എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലോട്ടേക്ക് എത്തിയിട്ട് അതാ ഇതിങ്ങോട്ട് എത്തിയേ. ഗെറ്റ് എ ബോട്ടിൽ എന്താ ആദ്യം മുതല എടാ എടാ എന്താടാ വീട് മൊത്തം തലയിരിഞ്ഞേ. എന്തോ പറ്റുന്നുണ്ട് കേട്ടാ, വീട് മൊത്തം തലയിരിഞ്ഞു പോയടാ. അല്ല ഇതെല്ലാം ബോട്ടിൽ കേടാ എല്ലാം തലയിരിഞ്ഞു പോയി. ആദ്യം അങ്ങോട്ടേനു, ഇതെന്താ സ്റ്റെയർ ഇങ്ങോട്ടായടാ. എന്തോ വലിയ പണിയുണ്ട് വരാൻ. ഒരു അതിനുള്ള ഐഡിയ ആണ്. ഓക്കെ, ഫീഡ് ദ ബേബി തരാട് എനിക്ക് അങ്ങനെ തരാം. ഓക്കെ ഓക്കെ, എനിക്ക് തോന്നിന് എന്തായാലും ഡൈപ്പർ അല്ല, ഇത് ഫുഡിൻ്റെ അങ്ങോട്ട് പോയിട്ടാണ് ഈ ഡൈപ്പർ പറ്റുന്നു. ഓക്കെ, നമ്മൾ ഇവനെ പോയി സെറ്റിൽ ചെയ്യേണ്ടി വരും. ഇനി പോവുക നമ്മളെ സ്വന്തം തുടങ്ങിയോയ ജോലി വെറുതെ ഇരിക്കാൻ പറഞ്ഞ് ഗെറ്റ് ഫീഡ് ദ ബേബി. ഇതെന്താ പറയുന്നത് ഇവര്? ബോട്ട് ഫ്രിഡ്ജെല്ലാം അങ്ങോട്ടല്ലേ ഉള്ളു. എന്തോ വലിയ പണി തരാനുള്ള ഐഡിയ ആണ് ഇവര്. എനക്ക് ഉറപ്പാടാ ഇതാ ഗിവ് എ ബേബിന് കൊടുക്കാനാണ് പറയുന്നത്. ചേഞ്ച് ടേബിൾ ടേക്ക് ടു ചേഞ്ചിങ് ടേബിൾ ചേഞ്ച് ചെയ്യണം. ടേബിളിൽ ഇതാ ഒരു കീ. ഈ കീനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് നോക്കണമല്ലോ. എല്ലാം ഇതിങ്ങനെ റിപ്പീറ്റ്. ഓക്കെ, ഇതെങ്ങോട്ടാ ഞാൻ പോകുന്നത്? വേണ്ട എന്തോ ഇവിടെ ഉണ്ട് വിഷയം. ടേക്ക് ടു ചേഞ്ചിങ് ടേബിൾ എന്ത് ചേഞ്ച് ചെയ്യാനാ പറയുന്നത് ഇവര്? ഓക്കെ, നമുക്ക് ആ സാധനം ഓഫ് ആക്കിയിട്ട് ഇങ്ങനെ പോയിട്ട് ഒന്നും കൂടി മാറ്റി കൊടുത്തോക്കാം. ഇനി എന്താ നടക്കുന്നത് നോക്കണമല്ലോ. ഈ കൊച്ചുകുരിപ്പിൻ്റെ അപരാധം കാണാനല്ല. ഓക്കെ, ഗെറ്റൻ അതാ തുടങ്ങി. ഓക്കെ, അവിടെ എല്ലാം റിപ്പീറ്റായിട്ട് വരുന്ന്. വേറെന്തോ ഉണ്ട് കേട്ടാ. നമ്മളിപ്പോൾ അതല്ല ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് മുകളിലെന്തോ ഒരു താക്കോല് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ താക്കോല് കണ്ടുപിടിക്കണം. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ പ്രത്യേകിച്ചിട്ട്. ഫ്രിഡ്ജിലാകെ ഈ ബോട്ടിലുണ്ട്. എനിക്കിനി ഉറപ്പാ ഇതിങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കാനുണ്ടാവും നമ്മൾ. അതിന് മുമ്പേ നമ്മളെല്ലാ സൈഡും പോയി നോക്കണം. ഇത് ബ്ലോക്കാണ്. ഓക്കെ, ഇവിടെ ഒന്നും കാണുന്നില്ല. ഇതാണ് ലോക്ക്. ഇവിടെ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അതും ഓടി രക്ഷപ്പെടേനു. അതിനും പറ്റും. എന്താടാ ഇതെന്താ ഇതെങ്ങനെ ആട് നിന്നെത്തിയേ? ഇത് അത് വേസ്റ്റ് തൊട്ടാണോ അല്ല വേറെ എന്തെങ്കിലും വാക്യൂം ക്ലീനർ ആണോ? ഒന്നും തിരിയുന്നില്ല. അത് ഓഫാക്കുക. ഈ റേഡിയോന്റെ ഒച്ച വെക്കുമ്പോൾ എനിക്ക് വേർപ്പരാന്ന്. ഇതിനെ കൊണ്ടെന്തോ ഉപകാരം. ഇത് ലോക്കാണ്. ഇതും ലോക്കാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് പോകാനാവോ നോക്കിയാലോ. ഓക്കെ, നമുക്ക് എന്തായാലും വെറുതെ ട്രൈ ചെയ്തൊക്കെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന്. എടാ അടുത്ത പണിയതാ. എന്തോ വലിയ പണി വരാനുള്ള ഇതാണ് ഞാൻ ഇപ്പൊ കാണുന്നത്. ഇതെന്താടാ? ഇവനെ എടുത്തിട്ട് ബെഡ് കൊണ്ടാക്കാനാണ് പറയുന്നത്. ഇതെല്ലാം ലോക്കാണ്. ബെഡിന്റെ റൂം. ഓക്കെ, ഫുള്ളായിട്ട് കണ്ണെല്ലാം നോക്കടാ. ഡോർ ക്ലോസ് ചെയ്യാ. ഓടിക്കോ. ചില്ലൗട്ട് സോഫാണ്. ഈ സമയത്ത് എനിക്ക് ചില്ലൗട്ട് ചെയ്യണോ? ചാവുന്നൊരു അവസ്ഥയിൽ എത്തിയിട്ടാണ്. ബെഡ് ഇവിടെ ഞാൻ ബെഡിൽ കിടത്താടാ. അത് ഈ കീയരെ പൊട്ടിച്ച് വെച്ചിനോ. മറ്റേ താക്കോൽ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. എടാ അതിൻ്റെ ചോരയാ. ഇതവിടെ കറുപ്പ് മഷിയെല്ലാം വരുന്നേ. നല്ല പേടിയുണ്ട്. അതിൻ്റെ അടുത്ത് റേഡിയോ ഓണാക്കി വെച്ചപ്പോൾ എന്താ ചെയ്യണ്ട? എന്തെങ്കിലും ട്രിക്ക് പറഞ്ഞാടാ. എന്താണ് ഈ ട്രിക്കൊന്നും തിരിയുന്നില്ല. ഇത് ആ റേഡിയോ ഒന്ന് ഓഫാക്കിയാലോ? ഇത് കുറേ നേരമായി ഞാൻ റേഡിയോ
എന്താണ് ചെയ്യണ്ടേ? അയ്യോ 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 പേടിയാന്ന് നമുക്ക് എന്തായാലും ഇനി അടുത്ത ലിഫ്റ്റും കൂടിയും കയറി പോയോ? അതാ നല്ല എല്ലാം ലോക്കാണ്. ഇത് ഓപ്പണാണ്. ആ പേടിയായി. ആ കീട്ടി ആ മച്ചു കീ ഇട്ടിട്ടുണ്ട്. ഓക്കെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. എടാ അതാ എഗ് ബെഡ് എന്ന് പറയുന്നുണ്ട്. അപ്പം വേറെന്തോ ഒരു റിപ്പീറ്റ് അടിക്കാനുള്ള ആ പരിപാടിയാണ് ഇവിടെ. അത് തിരിയും നമുക്ക്. ലീവ് ദ ഡോർ ഇല്ല റിപ്പീറ്റായി. ചിൽ ഔട്ട് സോഫ. അയ്യോ പിന്നെയും പണി വാങ്ങാനുള്ള പോക്കാണ് ഇവൻ പോകുന്നത്. എന്താണ് ചെയ്യേണ്ടത്? അതാ പിന്നെയും റേഡിയോ സ്റ്റോപ്പേജ്. ഇനി ഒറ്റ മൈൻഡ് ടേക്ക് ടു ബെഡ്. അതൊന്നുമില്ല. നമ്മൾ ഇങ്ങോട്ട് പോവും. ചെയ്യാനുള്ള കാര്യം ചെയ്യും. വീഡിയോ ഇടാ മറ്റേ കീപ്പാട വേണ്ട ഇടാം. ഇതെന്തിന്നാ കീ പൊട്ടിച്ച് വെച്ചതല്ലേ നമ്മൾ താഴെ കണ്ടത്. എന്തോ ഒരു വൃത്തിയിട്ടൊരു ഒച്ച അതിൻ്റെ ഇടയ്ക്ക് ഇരുന്നു. വൃത്തിയിട്ടൊച്ച എനിക്ക് തോന്നുന്നേ. ഇനി ഇവിടുന്ന് നമ്മൾ പിന്നെയും പോണം. അല്ല അതായിരിക്കും അധികവും. നമ്മൾ ഈ ഒരു ഇതും കൂടിയും പോണായിരിക്കും. ഓക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതായിട്ട് അത് തുറന്ന് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോന്ന് തുറന്ന് പോകണം എന്നായിരിക്കും ഇവർ ഐഡിയ. ഓക്കെ എന്തോ എഴുതിയില്ല. അത് അടഞ്ഞു പോയാൽ ഞാൻ മേടിച്ചെന്തോ എഴുതിയൊന്നും എഴുതിയില്ല. ഇതധികവും വേറെ പണിയിലുള്ളതാണ്. നമ്മൾ എങ്ങനെയെങ്കിലും അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ ഇപ്പം നമുക്ക് ഇനി ഒറ്റ പ്രാവശ്യം ഡൈപ്പർ മാറ്റിയിട്ട് നമുക്ക് പിന്നെ റിപ്പീറ്റ് അടിക്കുന്നതാണ്. നമുക്ക് ആ താക്കൂലെടുത്തിട്ട് മുകളിൽ തുറക്കാൻ പോകണം. അതാ തുടങ്ങി. ഇങ്ങനെ തന്നെ ഇങ്ങനെ ഷഡിലിങ്ങനെ ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് ഞാൻ മാറ്റിത്തരാം. ഇപ്പം മാറ്റിത്തരാം. ഓക്കെ ഇത് തുറന്ന് വെച്ച്. ഓക്കെ എടാ നമ്മളെ ബുദ്ധി അടിപൊളിയാണ്. ഡോണ്ട് ലീവ് എന്ന്. എടാ എന്തോ വലിയ പണിക്കുള്ള ബാക്കത്തെ ഡോർ താനെ അടഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ് തീരാത്ത? കൊച്ചൂരിപ്പ് പിന്നെ എന്തോ ചെയ്തിട്ടുണ്ട്. അതാ ആ ഡോറും അടഞ്ഞുപോയി. മക്കളെ ഇടക്കിടക്ക് പരസ്യം വരുന്നുണ്ട്. ഈസ് ടയേർഡ്. ഇത് ടയേർഡാണ്. ഞാനെന്ത് ചെയ്യണം? മച്ചു ഓടിക്കോ. എന്തോ ഉണ്ട്. ഇവനെന്തോ വലിയ പണി തരാനുള്ള ട്രിക്കാണ് ഇവർ. ഇതിങ്ങനെ എൻ്റെ മുമ്പിൽ വരുന്ന്. ഞാൻ പോന്ന കേട്ടാ. ഞാൻ പോന്ന അന്യനെ കിട്ടൂല നിങ്ങൾക്ക്. ഞാൻ ഓടുന്ന കേട്ടാ. എടാ ഒഴിവാക്ക് മക്കളെ. ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ അയ്യോ ടി വി നോക്കറി. ടി വി നമ്മൾ നോക്കുകയോ ചെയ്യറി. എടാ കിട്ടി. എടാ മുകളിൽ നോക്കണം. സൈഡ് നോക്കണം. ഇതുമല്ല നോക്കാന്ന് വയ്യുന്നു. എടാ ടി വി നോക്കുകയോ ചെയ്യറേ. അതുമല്ല. എടാ പിന്നെ നമ്മൾ എന്തോടാ പറ്റുന്നുണ്ടോ? ഇതെന്താടാ സ്ക്രീനെല്ലാം ചെരിഞ്ഞൂന്ന്. നമുക്ക് തല ഇറങ്ങുന്നടാ. ഇതേടെ ഞാൻ പോയി. എല്ലാം പോയി. ഓക്കെ പിന്നെ റിപ്പീറ്റ് ആയിരിക്കും.
എന്ന് പറയറ് പ്ലീസ്. എനക്ക് ഞാൻ ഇത് എക്സിറ്റ് എന്നുള്ള പണിയാണ്. ഇങ്ങോട്ട് ഇതിൻ്റെ ഒരു വലിയ പണി വരാനുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് നല്ലോണം പറയുന്നുണ്ട്. ഓക്കെ പെർഫെക്റ്റ്. ലോക്ക് എല്ലാം പോയി. എല്ലാ വഴിയും നമ്മളെ മുമ്പിൽ അടഞ്ഞടങ്ങി പോകുന്നുണ്ട്. എങ്ങോട്ടാ പോകേണ്ടത്? ഇങ്ങോട്ടായിരിക്കും. ഓക്കെ അതെല്ലാം താനേ തുറന്നു വന്നിട്ടുണ്ട്. എന്തോ ഒരു കഥ പറയുന്നുണ്ട്. എനക്കാണ് ഇംഗ്ലീഷ് അധികം അറിയാത്തതുകൊണ്ട് തിരിയുന്നില്ല. അതൊരു മൊയലിൻ്റെ ആമേൻ്റെ ഒക്കെ കഥയും പറയുന്നുണ്ട് ഇവിടെ ഈ ഇടയ്ക്ക്. എന്താണ് ഇത് മൊത്തം നമ്മൾ കറങ്ങി കറങ്ങി വരുന്നോലേക്ക് വേറെന്തോ ഉണ്ട് ഇവിടെ ചെയ്യാൻ. നമ്മൾ പിന്നെയും എത്തുന്ന ഒരേ സ്ഥലത്ത് തന്നെയാണ്. ഓക്കേ എന്താ ഇത്? ആളെ കളിയാക്കുന്നുണ്ട് ഇവർ ഇടക്ക്. നമ്മളെല്ലാ ഡോറും ഒന്ന് നോക്കണം. ഏതാ തുറന്നു? എന്താ കാണുന്നത്? ആരാ അതിൻ്റെ മുകളിൽ കയറി കറങ്ങും? സ്പീഡ് കൂടുന്നതോ എൻ്റെ കണ്ണിൽ പഠിച്ചു. ഓക്കെ ടയേർഡ്. ഈ ഗെയിമിൻ്റെ ഒറ്റ പ്രശ്നമുള്ളൂ പരസ്യം വരുത്തൽ. അതാണ്. അപ്പം ഇനി നമ്മൾ ആ കുട്ടീനെ എടുത്തിട്ട് ഈ ബെഡ് കിടത്തണമായിരിക്കും. അതായിരിക്കും ഇനി വലിയ പണി. മറ്റു നമുക്കിനി അവിടെ പോയി കിടക്കാം. എൻ്റെ ഉണ്ട കണ്ണിനെ കുത്തിപ്പൊട്ടി ചളി അങ്ങനെ നോക്കണ്ടായില്ല. ഓക്കെ എന്തോ പറ്റുന്നുണ്ട്. ഞാൻ വീഡിയോ പോയിട്ടുണ്ട്. താഴോട്ടേക്ക് എന്തൊരു റൗണ്ടിൽ എന്തോ സാധനം വന്ന. ഓക്കെ പെർഫെക്റ്റ്. പിന്നെ റിപ്പീറ്റ് അടിക്കല്ലടാ. റിപ്പീറ്റ് എന്നാ വേണ്ട. ഇനി നമ്മളതിനെ കൊണ്ടുവരിക. അതാണ് നമ്മൾ ടാസ്ക്. നമ്മളിനി അതിനെ കൊണ്ടുവരിക. ഞാൻ അവിടെ വെറുതെ കിടത്തിപ്പോയതാ. അത് നമുക്ക് പണിഞ്ഞ്. ഞാൻ വിചാരിച്ചു ചെറിയ കുട്ടിയല്ലേ അവിടെ കിടന്നോട്ടെ. എനക്ക് തോന്നുന്നത് ഈനെ എടുത്തിട്ട് അപ്പുറത്തേക്ക് ചാടാനായിരിക്കും. നമ്മൾ ഈല് കൊണ്ടുപോയിട്ടാ എനിക്കിപ്പടാ ഒരു മൈൻഡ് വരുന്നത്. ഓക്കേ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇതെന്തോ ഒരു സാധനം അടിയിൽ നിന്ന് പൊന്തി വരുന്നുണ്ട്. ഞാനെന്ത് മണ്ടൻ എത്ര നേരായി ആദ്യം ഈ ക്ലിക്കാൻ നേരിട്ടുണ്ട്. ഓക്കെ ഇങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക്. ഓക്കെ ഓടറാ കിട്ടി ഇതാരാടാ? അതാരവിടെ ഒരു മാസ്കെല്ലാം വെച്ചിട്ട് വന്നേ? ആരോ ഒരു മാസ്കെല്ലാം വെച്ചിട്ട് വരുന്നേ ഞാൻ കണ്ടേ. അതെന്തോ ഉണ്ട്. പ്ലീസ് ഡോണ്ട് ലീവ്, ഐ ഫൈൻഡ് യു എന്നാണ് പറയുന്നത്. എല്ലാം പോയി മൂഞ്ചി പിടിച്ചടാ. ഗുഡ് നൈറ്റ് പോലും. ഓക്കെ ഗുഡ് നൈറ്റ് വർക്കുണ്ട്. ഓക്കെ ഈ ഒരു സിമ്പിൾ അത് നമ്മൾ മൈൻഡിൽ വിചാരിക്കണം. ഓക്കെ ആ ഒരു സിമ്പിൾ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്. ഓക്കെ അടച്ച് ഓക്കെ ഇതന്നെ എടാ ഞാൻ നോക്കി വെച്ച് നമ്മളെ നോക്കി വെക്കണം. എന്തെങ്കിലും പിക്ചർ വന്നാൽ തന്നെ നമ്മളെ നോക്കി വെക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് പണി വരാൻ പിന്നെയും പരസ്യം വന്നു. ഇതന്നെ ഇതിൽ പരസ്യം വരുത്തും.
ഇത് ഇനി ഇങ്ങോട്ട് ഓക്കെ ഇങ്ങോട്ടേക്ക് ഇത് കാണുന്നുണ്ട്, നമുക്ക് ക്രൗച്ച് ചെയ്ത് പോയോക്കാം. അയ്യോ ഇത് അത്യാവശ്യം നല്ല ലോങ് ആയി നിനക്കറിയാം, അത്യാവശ്യം നല്ല നല്ല ലോങ് ആയിട്ടുണ്ട്. ഓക്കെ നമ്മളിപ്പോൾ വീഡിയോ വന്ന് വീണിട്ടുണ്ട്. ഓക്കെ അതാ പിന്നെയും മറ്റേ സാധനം വന്നിട്ടുണ്ട്. ഓരടാ ബാക്കോട്ടേക്ക് എന്തോ ചിഹ്നം കാണുന്നുണ്ട്. എടാ മറ്റേ മൊയലത ഓർറ പിടിക്കാൻ ഇല്ല. പ്ലെയിനിലതാ പോകും. ഇങ്ങോട്ടാണ് എസ്കേപ്പ് എന്നാണ് പറയുന്നത്. ഓർറ അമ്മ പണിവാളി ഇങ്ങോട്ടാണ്. ഓക്കെ നമ്മളിങ്ങനെ പുറത്ത് കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ അമ്മേ റൺ ലിറ്റിൽ റാബിറ്റ് നോട്ട് ദ ഓൺലി വൺ ദർ ഓൾവേസ് ബി മോർ എന്തോ പറഞ്ഞിട്ടുണ്ട്. റാബിറ്റിൻ്റെ ഓടി നമ്മളങ്ങ് എത്തി. നോട്ട് ഓൺലി ഓക്കെ സിമ്പൽ വന്നിട്ടുണ്ട്. അയ്യോ അച്ചീവ്മെൻ്റ് അൺലോക്ക് എന്നെല്ലാം വരുന്നുണ്ട്. ഇനി എന്താളി ലോഡിങ് ആവുന്നുണ്ട്. പിന്നെയും പരസ്യം വന്ന് ആക്ട് നമ്മളങ്ങനെ 2 കഴിഞ്ഞിട്ടുണ്ട്. 2 നല്ല അത്യാവശ്യം നല്ല പാടാണ്. ഇനി 3 അതെന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. 2 കഴിയുമ്പം തന്നെ എൻ്റെ സൗണ്ടെല്ലാം പോയിട്ടുണ്ട്. ഇനി 3 ആണ്. 3 നമുക്ക് ഇനി അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും.